എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ സനമോൾ ഇതാ വന്നിട്ടുണ്ട്. ഇൻട്രോ പറയുന്ന മോളെ, ഇൻട്രോ അപ്പം ടാറ്റാ 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 ടാറ്റാ. രാവിലെ സനമോളുടെ ഒരു റൊട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേറ്റ് വരും, കുളിച്ച് ഒരുങ്ങിയൊക്കെയാണ് വരണത്. ഇന്നിപ്പം ദാ തലയിലിട്ട ക്ലിപ്പൊക്കെ ഇച്ചിരി മുമ്പ് എല്ലാം കൂടെ വലിച്ചെടുത്ത് കളഞ്ഞേട്ടോ. അതിപ്പോ നിസാറിക്ക് വെളിയിലേക്ക് കൊണ്ടുപോകും, ഒരു ബാഗൊക്കെ തൂക്കി അപ്പുറത്തെ കുട്ടികളൊക്കെ സ്കൂളിൽ പോകും. അപ്പൊ അത് കണ്ടിട്ടാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്യണത്. എന്തായാലും ഇന്നിപ്പം കറക്കാനൊന്നും നിസാറിക്ക ഇല്ല. നിസാറിക്ക ഒരു സ്ഥലത്തേക്ക് പോവാണ്. വേറെ എവിടെയല്ല, നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു നിർദ്ദയ കുടുംബത്തിനൊരു വീട്, ചെറിയൊരു വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഒരു സംഘടന മുൻകൈ എടുത്തു. അങ്ങനെ ഹജ്ജ് ഗ്രൂപ്പിന്റെ ആൾക്കാരെല്ലാവരും സഹകരിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, കഴിഞ്ഞ പ്രാവശ്യം ഇട്ടപ്പോഴത്തേക്ക് അതിനൊരു ക്ലാരിറ്റി വേണമല്ലോ. അപ്പൊ ഇത് എനിക്ക് അയച്ചു തന്നത് എനിക്ക് ഏറ്റവും വിശ്വാസം ഉള്ള ഒരു വ്യക്തിയാണ് അയച്ചു തന്നത്. പക്ഷെ എനിക്ക് വിശ്വാസം വന്നാൽ പോരല്ല സമയം, നമ്മൾ ഈ വീഡിയോ കൂടി പറയുമ്പോൾ മറ്റുള്ളവർക്കും അതിനെപ്പറ്റി ഒരു ധാരണ വരണം. അപ്പൊ അങ്ങനെ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം അവർ കല്ലിടുന്ന ഒരു കർമ്മമുണ്ട്. അപ്പൊ നമുക്ക് പോയി കാണാം, കണ്ടിട്ട് അതിന്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നിങ്ങളെയും ബോധിപ്പിക്കാമെന്നല്ല വിചാരിച്ചിട്ട് പോവുകയാണ്. അപ്പൊ എന്തൊക്കെ അവിടുന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുമോ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇത് പറയാൻ കാര്യം വേറൊന്നുമല്ല, ഇപ്പൊ ഈ നാട്ടിലൊരു പുതിയൊരു പ്രവണതയാണ് ഈ ചാരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പല രീതിയിലുള്ള പിരിവുകളൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ അതിന്റെ ഒരു അപ്ഡേറ്റും ഒന്നും കൊടുക്കാത്തതുകൊണ്ട് പലർക്കും ഈ ആഗ്രഹിക്കുന്നവർക്ക് പോലും ഈ ചെയ്യണമെന്നോ ആഗ്രഹിക്കുന്നത് പോലും പിൻവലിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അത് സമയം എപ്പോഴും പറയും, നിസാറിക്കാണെങ്കിൽ സത്യം പറഞ്ഞാല് ഇങ്ങനെ ഈ ഒരാളിന് കൊടുക്കണത് അത് ഒരു വലത് കൈ കൊണ്ട് കൊടുക്കണ ഇടത് കൈ അറിയരുത് എന്നുള്ള ഇത് അതെന്ന് പറഞ്ഞാൽ നമ്മൾ പേഴ്സണൽ കാര്യങ്ങളാണ് അല്ലേ. പക്ഷെ നമ്മൾ ഇതൊക്കെ പറയുമ്പോ നമ്മൾക്ക് ഒറ്റയ്ക്ക് കൊണ്ട് ചിലപ്പോൾ നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പം ഒരു ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ അതിനൊരു ഭാഗവത്താവുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഇപ്പം ഞാൻ ഈ സാധനം ഇങ്ങനെ പറയാറില്ല, ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഒന്ന് ബോധ്യപ്പെടുത്താൻ. അല്ല, നിങ്ങൾ കാണുന്ന ആരെങ്കിലും ഒക്കെ ഇനി 1 രൂപയെങ്കിൽ 1 രൂപ ഇട്ട ആൾക്കാരെങ്കിലും ഉണ്ടാവും എന്തായാലും. അപ്പൊ നമ്മൾ ആ ഒരു കാര്യം പറയുമ്പോഴേക്കും ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ പറയണമല്ലോ. ഞാൻ കണ്ടെടുത്തോളം അവർ അർഹതപ്പെട്ടവരാണ്. ഒരു ചെറിയ ഷെഡ് പോലത്തെ ഇതിൽ അവർക്ക് വേറെ വരുമാന മാർഗങ്ങളൊന്നും ഇല്ല. ഇതുപോലെയൊക്കെ ഉള്ള നിർദ്ധരായിട്ടുള്ള ഒരുപാട് പേര് നമ്മൾക്കിടയിലുണ്ട്. അപ്പം അതായത് ഇതുപോലെ സഹായം അർഹിക്കുന്നവര് ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. നമ്മള് ഒന്ന് തെരഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും. നമ്മളുടെ പരിസരത്ത് കാണും, ചിലപ്പം അങ്ങോട്ടേക്ക് മാറിയിട്ടായിരിക്കും. പിന്നെ സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇതൊക്കെ നിസാറിക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ, അതായത് അതിനെ ചൂഷണം ചെയ്യുമ്പോഴാണ് ഈ സഹായം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ പോലും അതിൽ നിന്ന് പിന്മാറുന്നത്. അത് വേണ്ട, അങ്ങനെ ചെയ്യണ്ട എന്ന്. അപ്പോഴേക്ക് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എത്രയോ പേർക്ക് കിട്ടേണ്ട സഹായങ്ങളാണ് അപ്പൊ അവിടെ നഷ്ടമാവുന്നത്. അപ്പം എല്ലാവരും ഈ പറഞ്ഞ മാതിരി അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന നമ്മളൊരു ചാരിറ്റി അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്ക് അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്, എത്രത്തോളം അതൊരു അല്ലെ സത്യസന്ധതയുണ്ട് എന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യുന്നത് തന്നെയായിരിക്കും. അപ്പൊ എന്തായാലും ഞാൻ പോകുന്നുണ്ട്. പോയിട്ട് അവിടെ പോയി കാണുന്ന കാഴ്ചകളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇടയ്ക്ക് പോകും, അതുവഴി പോവുകയാണെങ്കിൽ അതിന്റെ പ്രോഗ്രസ് അവർ പറഞ്ഞിരിക്കുന്നത് 3 മാസം കൊണ്ട് കംപ്ലീറ്റ് ആക്കും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ ദുആ ചെയ്യാം. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ സൈറ്റിലെത്തി. ഇത് വേറെ എവിടെയല്ല, തിരുവനന്തപുരം പുല്ലമ്പാറ മുണ്ടൻ തടിക്കാട് എന്നൊരു സ്ഥലമാണ്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന സ്ഥലമാണ്. ഞാൻ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ഇവിടെ വന്നപ്പോൾ തന്നെ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളും യൂസുഫ് സാറും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഈ നിൽക്കുന്ന ആരാണ് ഈ വീടിൻ്റെ ഉടമസ്ഥർ, അവരും ഇതിൻ്റെ അത് കൂടുതൽ നിന്ന് സഹായിക്കുവാണ്. അവർക്കും വലിയൊരു സന്തോഷമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതിങ്ങനെ ഒരു സംഭവം ഇത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകുമെന്ന്. പക്ഷെ അവർ യഥാർത്ഥത്തിൽ അടുത്തുള്ളൊരു അയൽവാസിയാണ് ഇത് പുറം ലോകം അവരെ ട്രസ്റ്റിൻ്റെയും ബാക്കി യൂസുഫ് സാറിനെയൊക്കെ അറിയിച്ചത്. അങ്ങനെ അത് അപ്പം എല്ലാവരുമായിട്ട് കൂടി ആലോചിച്ച് ഈ സ്ഥലം വന്ന് കണ്ടു. കണ്ടപ്പോഴത്തേക്ക് യൂസുഫ് സാറിൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, ഇത് യഥാർത്ഥ അവകാശിയാണ്, ഞാൻ നേരിട്ട് പോയി കണ്ട സ്ഥലമാണ്, അപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഈ സംഭവം യാഥാർത്ഥ്യമാകുന്നത്. അങ്ങനെ നമ്മളെ ട്രസ്റ്റിൻ്റെ ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ സാഹിബ് മുൻകൈയെടുത്ത്
ഇത് നല്ല രീതിയിൽ കാര്യം വെറുതെ നമ്മളൊരു ആൾക്കാരെ നിന്ന് പണം പിരിച്ച് എങ്ങനെയെങ്കിലും ചെയ്യുന്നൊന്നുമല്ല. പുള്ളി പറയുന്നത് എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം, സമയം ബന്ധിതമായിട്ട് അവസാനിപ്പിക്കണം. ഇപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരു പ്ലാനും പ്രകാരം ചെറിയ വീടാണ്, 2 ബെഡ്റൂം, ചെറിയൊരു ഹാള്, കിച്ചണൊക്കെ ആയിട്ട് അവർക്ക് വേറെ വരുമാന മാർഗ്ഗമൊന്നും ഇല്ലാത്തവരാണ്. അപ്പം ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്യത്തക്ക വിധത്തിൽ വീട് ഇച്ചിരി പുറകിലോട്ട് ഇറക്കി വെക്കാമെന്ന് പറഞ്ഞിട്ട് സാറിൻ്റെ സജഷനിലാണ് ഇങ്ങനെ ആ കോർണറിൽ നമ്മൾ വാനം വെട്ടിയത്. അവിടെ ആണ് കല്ലിടാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ ആവശ്യക്കാർ പലരും ഉണ്ടാവും. പലരെയും ഇത് കാരണങ്ങളാൽ പുറം ലോകം അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇതൊരു കാരണമായി പുറം ലോകം അറിഞ്ഞു. അത് അവരെ ഒരു പുണ്യകർമ്മത്തിൻ്റെ ഫലമാണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ എന്തായാലും അത് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആക്കി കൊടുക്കുമ്പോൾ മാത്രമേ അത് യാഥാർത്ഥ്യമാകുന്നുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളിപ്പോൾ ഒരു ഇതേ സംരംഭങ്ങളിൽ പങ്കെടുക്കുമ്പം നമ്മൾ യഥാർത്ഥ കരങ്ങളിൽ എത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം ഇത് യഥാർത്ഥത്തിൽ ഞാൻ വരാനും കാരണം അതാണ്. കാരണം ഞങ്ങളെ വ്യൂവേഴ്സിൻ്റെ അടുത്തൊക്കെ പറയുമ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ളത് അറിയിക്കണമല്ലോ. അപ്പം യൂസഫ് സാറാണ് കല്ലെടുത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളെ ഉസ്താദ് അവിടുത്തെ ഇമാമ് കല്ല് ഇടുകയാണ്. എന്തായാലും നിങ്ങളെല്ലാം ദുആ ചെയ്യണം. ഈ സംരംഭം എത്രയും പെട്ടെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ 3 മാസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആക്കി ഈ ഉമ്മയും പാപ്പയും അതിൻ്റെ അകത്ത് താമസമാക്കണം എന്നുള്ളതാണ് നമ്മളൊരു ആഗ്രഹം. അപ്പോൾ എല്ലാവരും ഉള്ളറിഞ്ഞ് സഹായിക്കുക. അപ്പം ഇതൊക്കെ നല്ല പ്രവൃത്തികളാണെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ എല്ലാവർക്കും ഇത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ഇത് ആര് വഴി കൊടുക്കണമെന്നൊക്കെ വല്ല ചിന്തകളുണ്ടാവും. എന്തായാലും ഞാൻ ഈ ഡീറ്റെയിൽ ഞാനിവിടെ ഈ ക്ലിപ്പിൻ്റെ അവസാനം കൊടുത്തേക്കാം. ആവശ്യക്കാർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്ന് കാണണമെങ്കിൽ ഇതിൻ്റെ അകത്ത് കോൺടാക്റ്റ് നമ്പറുണ്ട്, അവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ സംരംഭം എത്രയും പെട്ടെന്ന് പൂർത്തിയാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. വാപ്പ പോയത് മുതൽ വാപ്പാന്ന് പറഞ്ഞിങ്ങനെ നടക്കണേ, പിണങ്ങിയാണ്. അപ്പൊ കൊണ്ടുപോകത്തുണ്ടാ അവളെ സൈക്കിള് കൊണ്ട് കണ്ടാ. ബാഗ് എവിടെ മോളെ? ബാഗ് സലു അല്ല, ബാഗ് എവിടെ? നിസ്സാരിക്കാൻ പോയെന്നതിന്റെ പുറകെ ഞാൻ അങ്ങനെ കഥ പറഞ്ഞിട്ടിപ്പ നിക്കത്തില്ല കേട്ടാ. നിന്ന് കഴിഞ്ഞാല് ഓടിക്കണോ? വെളി കൊണ്ട് ഇപ്പൊ ഓടിക്കണ്ട. മോൾ അകത്ത് കയറിക്കേ. ചെരുപ്പെടുത്തുണ്ടോ മോള്? എത്ര വേറെ ചെരുപ്പ് വാങ്ങിയാലും അത് ഇടൂല കേട്ടാ. അവൾക്ക് ഇതാണ് ഇഷ്ടം. അവിടെ ഇരിക്കണം, അവിടെ ഇട്ട് കൊടുക്കണം. ടാറ്റ പോണാ സന ബേബി? ടാറ്റ പോവാണാ? ടാറ്റാ. അവൾ അവളുടെ വണ്ടിയിൽ വന്നോളാൻ വരിക. ഉമ്മാക്ക് പണിയുണ്ടെന്ന്. ടാറ്റാ. ഞാൻ ടാറ്റ പോവാ. വൈബ്രേഷൻ ഒക്കെ ഇട്ടാണ് വണ്ടി ഓടുന്നത് കേട്ടാ. അവള് വിചാരിച്ച കാര്യം നടക്കാതെ വരുമ്പോഴൊരു കരച്ചില് നോക്കിക്കേ. എന്തായാലും ഞാൻ പോവാണ്. അപ്പൊ അരി ഉഴുന്ന് ഞാൻ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു അളവ് പറയുകയാണെങ്കിൽ ഞാൻ 1 കപ്പ് ഫുള്ളായിട്ട് ഉഴുന്നെടുക്കും, 1 ടീസ്പൂൺ ഉലുവ എടുക്കും. ഉഴുന്നും ഉലുവയും ഒരുമിച്ചിടും. എന്നിട്ട് അരച്ചെടുക്കുമ്പോഴും ഇതുപോലെ ഉഴുന്ന് ആദ്യവും അത് കഴിഞ്ഞാണ് അരി ഇടുന്നത്. അരിയുടെ അളവ് പറഞ്ഞു കഴിഞ്ഞാൽ 3.5 കപ്പ് പച്ചരിയും 1/2 കപ്പ് പുഴുക്കലരി, ടോട്ടൽ 4 കപ്പ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ അതും ഉഴുന്നും അരിയും ഇത് സെപ്പറേറ്റ് ചെയ്ത് തന്നെ കുതിർക്കാനായിട്ട് ഇടും. പിന്നെ ഞാൻ അരയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കും. പിന്നെ ഉഴുന്ന് കുതിർത്ത വെള്ളത്തിലായിരിക്കും ഞാൻ അരച്ചെടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴേക്ക് നല്ല ഇഡ്ഡലിയും ദോശയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാനിങ്ങനെ കൂടുതലും ഇഡ്ഡലി ആയിരിക്കും ഇതുപോലെ അരച്ച് വെക്കുന്നത് കേട്ടോ. അങ്ങനെ ചെയ്തു വെക്കണതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ സനമോളെ കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ആട്ടി വെക്കുന്നത്. കാര്യം കുഞ്ഞിനെപ്പോഴും നമ്മൾ ആവിയിലൊക്കെ വേവിക്കുന്ന ഭക്ഷണം കുറച്ചാണെങ്കിലും അത് കൊടുക്കുന്നത് എന്തുകൊണ്ട് നല്ലത് തന്നെയാണല്ലോ.
പിന്നെ നമുക്ക് ഒരു ടെൻഷനില്ല എന്തുണ്ടാക്കും എന്നുള്ളത്. ഈ ഇഡലിയൊക്കെ ആകുമ്പോഴേക്ക് നമ്മുടെ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഇതുപോലെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കി എടുക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇത് 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. അതുപോലെ ഞാൻ മുൻപാണെങ്കിലുണ്ടല്ലോ ഗ്രൈൻഡറിലായിരുന്നു ആട്ടിക്കൊണ്ടിരുന്നത് കേട്ടോ. എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പം അന്ന് മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടതുള്ളതുകൊണ്ട് ഞാൻ ഗ്രൈൻഡറിൽ അരച്ചെടുക്കും. പിന്നെ ഞാനത് പതിയെ ഇതുപോലെ മിക്സിയിലാക്കി എൻ്റെ ഈ ഇഡലിക്കൊക്കെ അരയ്ക്കുന്നത്. പക്ഷെ ഒരു മാറ്റവും രണ്ടിലും തമ്മിലുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന മിക്സിയുടേതും ഒക്കെ ആയിരിക്കാം അതിൻ്റെ ഒരു കാരണം. അതുപോലെ നമ്മൾ അരച്ചെടുത്ത ശേഷം ഇതുപോലെ കൈ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കൈകൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് ഇത് റെഡിയായി കിട്ടത്തുള്ളൂ. ഇതിൻ്റെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ഏറ്റക്കുറച്ചിലൊക്കെ ഈ നമ്മൾ ഇഡലി ഉണ്ടാക്കുന്നതിൽ ബാധിക്കും. ഞാൻ ഉണ്ടാക്കുന്ന ഇഡലിയൊക്കെ അൽഹംദുലില്ലാ നല്ല പൂ പോലത്തെ ഇഡലിയാണ് കേട്ടോ. ഇതുപോലെ ഇളക്കിയ ശേഷം ഒരു 7-8 മണിക്കൂർ ഇത് പൊങ്ങാനായിട്ട് ഞാൻ മാറ്റി വെക്കും. അപ്പോൾ ഒരു സ്പെഷ്യൽ റെസിപ്പിക്കാണ് ഞാനിവിടെ വറ്റൽമുളക് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ആ വറ്റൽമുളക് നമുക്കിതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു 8-10 വറ്റൽമുളക് എടുത്തിട്ടുണ്ടേ. ഇതിനങ്ങനെ ഒരു പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, ഇത്രയെങ്കിലും വേണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. അപ്പോൾ ചിലർ ചോദിക്കും നാരങ്ങ നീരും കൂടി മതിയോ എന്ന് ചോദിക്കും. പോരാട്ടോ, വിനാഗിരി തന്നെ എടുക്കണേ. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് നല്ല തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഇത്രയും മാത്രം മതിയാവും. ഒരു 1/4 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിക്കാം. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു ചെറിയ പീസ് ഇഞ്ചി, 8-10 വെളുത്തുള്ളി, ഒരു തക്കാളി, അത്രയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചെറിയ ചുവന്നുള്ളിയില്ലേ, അതാണ് കേട്ടോ. അത് ഞാനൊരു 10-12 എണ്ണം എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ സവാള ചേർക്കുന്നതിനേക്കാളും നല്ലത് ഈ കൊച്ചുള്ളി ചേർക്കുന്നതാണ്. ചിലതൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ ഈ പറയുന്ന മാതിരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. എന്നിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, ഇത്രയും കൂടി ചേർത്ത ശേഷം വീണ്ടും നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ വറ്റൽമുളക് ചേർത്തത് കൊണ്ടാണ് പിന്നെ മുളക് പൊടിയായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാത്തത് കേട്ടോ. നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ മസാലക്കൂട്ടെന്ന് പറയുന്നത്. ലാസ്റ്റ് നമുക്ക് ഒരു കൈപ്പിടി മല്ലിയിലയും കൂടി ഇതിലേക്കൊന്ന് ചേർത്തിട്ടൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ മല്ലിയില നമ്മൾ ലാസ്റ്റ് മാത്രം ചേർത്താൽ മതി കേട്ടോ. ആദ്യമേ എടുത്ത് നമ്മളത് ചേർക്കണ്ട. അപ്പം നമുക്ക് കുറച്ച് കളർ വ്യത്യാസം വരും. പിന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്രയും ക്രഷ് ചെയ്തെടുത്താൽ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ മുഴുവനേയുള്ള ചിക്കൻ ഒന്ന് ഫോർക്ക് കൊണ്ടോ കത്തി കൊണ്ടോ ഒന്ന് അവിടെ ഒന്ന് കുത്തി കൊടുക്കണം. കാരണം ഈ മസാല ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ എപ്പോഴും നമ്മൾ ഒരു ഇളം, അതായത് കോഴി എന്ന് പറയുമ്പോൾ വലിയ മൂത്ത കോഴിയില്ലേ, 2 കിലോയ്ക്ക് അപ്പുറം പോകണ്ട കേട്ടോ. അതിന് താഴെയുള്ള കിലോ വരുന്ന കോഴി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മൾ ഈ കോഴി നന്നായിട്ടൊന്ന് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ എടുത്തിരിക്കുന്ന മസാലയൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. പിന്നെ എപ്പോഴും നമ്മളിപ്പം രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ തലേ ദിവസം ഇതുപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ പിറ്റേ ദിവസം എടുത്തിട്ട് കുക്ക് ചെയ്യുമ്പോൾ ആ മസാല നല്ലതുപോലെ ആ ചിക്കനിലേക്ക് പിടിച്ചിരിക്കും. അപ്പോൾ സമയമൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ തലേ ദിവസം ഇതുപോലെ മസാല തേച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇപ്പം ഞാനതൊന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കണം. ബാക്കി മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ എടുക്കുന്ന ഈ ഒരു ചിക്കൻ്റെ അളവിനനുസരിച്ചാണ് മസാലയുടെ ഏറ്റക്കുറച്ചിലൊക്കെ എടുക്കേണ്ടത് കേട്ടോ. ചിലപ്പോൾ കൂടുതലായിരിക്കും എടുക്കേണ്ടത്, ചിലപ്പോൾ കുറവായിരിക്കും എടുക്കേണ്ടത്. അപ്പോൾ ഒരു കുറഞ്ഞതൊരു അരമണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്ന് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം എടുത്തു ഫ്രിഡ്ജിലാണ് ഞാൻ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചത് കേട്ടോ. അപ്പോൾ കണ്ട മസാലയൊക്കെ ഏകദേശം ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി എളുപ്പമാണ് കേട്ടോ. ഇനി പ്രഷർ കുക്കർ എടുത്തു. കുക്കറിനുള്ളിലേക്ക് നമ്മൾ ഈ കോഴി അങ്ങ് ഇറക്കി വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ ഒരു ഗ്രേവി ഉണ്ടല്ലോ, അത് നമ്മൾ മസാലയിലുള്ള ആ ഒരു ഗ്രേവിയാണ്, അതും കൂടി ഇതിലേക്ക് ഒഴിച്ച ശേഷം
കുക്കർ മൂടി നമുക്കിനി വെയിറ്റ് ഇട്ടിട്ട് ഒറ്റ വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കാവൂ. കൂടിപ്പോരുത് കേട്ടോ, കൂടിപ്പോയി കഴിഞ്ഞാൽ വല്ലാതെ അങ്ങ് വെന്തു പോവും. അതുകൊണ്ട് ഒരു വിസിൽ മാത്രം കേട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഒരു വിസിൽ കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റീം പോയ ശേഷം നമുക്കിനിയിപ്പോൾ കുക്കറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ. ഇതാ കണ്ട നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു വിസിൽ തന്നെ കൂടിപ്പോയെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച ശേഷം ഞാൻ ചിക്കനെ എടുത്തത് ഇതിലേക്ക് ഇട്ടു. ഇതൊരു ടാസ്ക് ആണ് കേട്ടോ. ഞാൻ ഇട്ട വഴിയിൽ തന്നെ ചിക്കൻ്റെ കൈയും കാലും ഒക്കെ എവിടെയോ പോയി കേട്ടോ. ചില സമയം ഇങ്ങനെയാണല്ലോ, നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ആകെ പാളിപ്പോവും എന്ന് പറയത്തില്ലേ. അപ്പോൾ അതിൻ്റെ ഗ്രേവി ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഗ്രേവി നമ്മൾ ഇതിലേക്ക് ഒഴിക്കത്തില്ല കേട്ടോ. എന്ന് പറഞ്ഞ് ഗ്രേവി കളയരുത്, അത് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പം ഒരു സൈഡ് റെഡി ആകുമ്പോൾ പതുക്കെ ഒന്ന് മറച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ കുക്ക് ചെയ്യുന്ന സമയത്ത് പാളിപ്പോവും എന്ന് പറയത്തില്ലേ, പാളിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കുക്കിങ്ങിൻ്റെ ഇൻട്രസ്റ്റ് തന്നെ നഷ്ടമാവും കേട്ടോ. അപ്പോൾ വലിയ കാര്യത്തിലൊക്കെ ചെയ്തു തുടങ്ങിയതാണ്. പക്ഷേ ഇത് കണ്ടോ, ഇപ്പം അതായത് വേവ് കൂടിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു അബദ്ധം പറ്റാതിരിക്കട്ടെ. അപ്പം നിങ്ങൾ ചിക്കൻ വേവിക്കാൻ വയ്ക്കുമ്പോൾ ഒരു ശ്രദ്ധ ഒന്ന് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ തിരിച്ച് മറിച്ചു വിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം ഈ മറിച്ചിട്ട വഴിക്ക് തന്നെ എനിക്ക് എന്തോ ഒരു അത്യാവശ്യം ഒന്ന് അകത്തേക്ക് പോകേണ്ടി വന്നു കേട്ടോ. അതാണ്, എന്തെങ്കിലും ഒന്ന് ഇടങ്കേറായി കഴിഞ്ഞാൽ പിന്നെ തുടരുന്നതെല്ലാം അങ്ങനെ ആയിപ്പോയില്ല. അപ്പോഴേക്ക് ലേശം ആ ഒരു മസാലയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിരിക്കുകയാണ്. ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം ഞാൻ ചിക്കൻ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ചിക്കൻ നമ്മൾ ഇതുപോലെ രണ്ട് സൈഡും റെഡിയാക്കിയ ശേഷം മാറ്റിയിട്ട് നമ്മൾ ഈ ഗ്രേവി ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഗ്രേവി കളയരുതെന്ന്, ആ ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി ആ ഗ്രേവിയെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ശരിക്കും നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിതിലേക്ക് മസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കണം നാരങ്ങ നീര് കേട്ടോ. അപ്പോഴാണ് ആ ഒരു മസാലയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. എന്നിട്ട് ഈ നാരങ്ങ നീര് ഇതുപോലെ കൊടുത്ത ശേഷം വീണ്ടും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ട അതിൻ്റെ ആ ഒരു ജലാംശം എല്ലാം വറ്റി വന്നിട്ടുണ്ട്, മസാല മാത്രമായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതിൻ്റെ ഗ്രേവി ഇവിടെ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ തിരിച്ച് മറിച്ചിട്ട ചിക്കനില്ലേ, ചിക്കനെ ഇതിനുള്ളിലേക്കാക്കിയിട്ട് ഈ മസാല കൊണ്ടൊന്ന് പൊതിഞ്ഞു കൊടുക്കാം. അപ്പോൾ ശരിക്കിത് ചപ്പാത്തിയുടെ കൂടെയും അതല്ലെങ്കിൽ നാനില്ലേ, നാനിൻ്റെ കൂടെ, പിന്നെ അപ്പത്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ കൂടെ, പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഒന്നും വേണ്ടെങ്കിൽ നമുക്ക് ഈ നെയ്ച്ചോറുണ്ടാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരണം കേട്ടോ. അപ്പോൾ നമ്മളുടെ പാളിപ്പോയ ഫുൾ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല കിഡു ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഒന്നും മറന്നു വരുത് കേട്ടോ. അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യാണ്, കാണുമ്പോൾ തന്നെ കൊതിയാവാണ്. എന്തായാലും നമുക്കിനി അടുത്ത് നല്ല റെസിപ്പിയോ വ്ളോഗായിട്ടൊക്കെ കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ.